ഹായ്, എല്ലാവർക്കും ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വൺ വേർഡ്സ് ആണ് നോക്കണത് കേട്ടോ. 2020 മാർച്ച് എക്സാമിലത്തെയും അതുപോലെ തന്നെ മോഡൽ എക്സാമിനും വന്ന ഒരു 24 ക്വസ്റ്റ്യൻസ് വൺ വേർഡുകൾ നമുക്ക് പറയാം, അതിൻ്റെ ആൻസർ പറയാം. അതൊക്കെ നിങ്ങളിരുന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 12 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ 10 എണ്ണമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 12 എണ്ണം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 10 എണ്ണം കറക്റ്റായിട്ടുള്ളതെടുത്ത് നമുക്കതിന് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 2020 മാർച്ചിൽ നടന്ന നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബിഫോർ 1921 ഇന്ത്യ വാസ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ? 1921 മുമ്പ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ഏത് ഘട്ടത്തിലായിരുന്നു? ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, നൺ ഓഫ് ദീസ്. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം, ഇതൊന്നുമല്ല. ഏത് ഘട്ടത്തിലായിരുന്നു? ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ? താഴെ തന്നിരിക്കുന്നതിൽ അസന്തത ചരം ഏതാണ്? റെയിൻഫോൾ, പോപ്പുലേഷൻ, ടെമ്പറേച്ചർ, നൺ ഓഫ് ദീസ്. മഴ, ജനസംഖ്യ, താപനില, ഇതൊന്നുമല്ല. ഏതാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ വരുന്നത്? പോപ്പുലേഷൻ ആണ്. ഓക്കെ, then third question: which of the following statements is not true with respect to the industrial policy resolution 1956? താഴെ കൊടുത്തിരിക്കുന്നതിൽ 1956 വ്യാവസായിക നയപ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം, വ്യവസായങ്ങളെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചു, പ്രാദേശിക സമത്വം പ്രോത്സാഹിപ്പിച്ചു, വ്യാവസായിക ലൈസൻസിംഗ് നിർത്തലാക്കൽ. ബേസിസ് ഓഫ് ദ സെക്കൻഡ് 5-year പ്ലാൻ, classified industries into 3 categories, promoted regional equality, abolished industrial licensing. ഏതാ ആൻസർ വരിക? abolished industrial licensing. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സിസ്റ്റം ഓഫ് ഫാമിംഗ് ദാറ്റ് റീസ്റ്റോർസ്, മെയിൻറ്റെയിൻസ് ആൻഡ് എൻഹാൻസസ് എക്കോളജിക്കൽ ബാലൻസ്. അതായത് പരിസ്ഥിതി സന്തുലനത്തെ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? സഹകരണ കൃഷിരീതി, മട്ടുപ്പാവ് കൃഷി, ജൈവ കൃഷി, ഇതൊന്നുമല്ല. കോപ്പറേറ്റീവ് ഫാമിംഗ്, ടെറസ് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, നൺ ഓഫ് ദിസ്. ഏതാണ് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നത്? ഓർഗാനിക് ഫാമിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ? താഴെ പറയുന്നവയിൽ തൊഴിലാളി ജനസംഖ്യ അനുപാതത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100, population by total number of workers into 100, total number of workers by labor force into 100, none of these. ആകെ തൊഴിലാളികൾ ബൈ ജനസംഖ്യ ഇൻറ്റു 100, ജനസംഖ്യ ബൈ ആകെ തൊഴിലാളികൾ ഇൻറ്റു 100, ആകെ തൊഴിലാളികൾ ബൈ തൊഴിൽ ശക്തി ഇൻറ്റു 100, ഇതൊന്നുമല്ല. ഏതാണ്? ആകെ തൊഴിലാളികൾ ബൈ ജനസംഖ്യ ഇൻറ്റു 100, ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ് ആൻസർ വരിക. ഇനി 7th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് ഡിസ്പേർഷൻ ഫ്രം ആവറേജസ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരാശരിയിൽ നിന്നുള്ള പ്രകീർണനത്തിൻ്റെ അളവ് ഏതാണ്? റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നൺ ഓഫ് ദീസ്. റേഞ്ച്, ചതുർത്ഥക വ്യതിയാനം, മാനക വ്യതിയാനം, ഇതൊന്നുമല്ല. ഏതാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടിട്ട് കാണുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ആൻസർ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ദെൻ 8th ക്വസ്റ്റ്യൻ: ദ ഡോമിനൻറ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പ്രബലമായ വൈദ്യുതി ഉറവിടം ഏതാണ്? ജല ഉറവിടം, താപ ഉറവിടം, ആണവ ഉറവിടം, ഇതൊന്നുമല്ല. ഹൈഡൽ സോഴ്സ്, തെർമൽ സോഴ്സ്, ന്യൂക്ലിയർ സോഴ്സ്, നൺ ഓഫ് ദിസ്. ഏതാണ്? തെർമൽ സോഴ്സ് ആണ് കേട്ടോ. അതായത് താപ ഉറവിടമാണ് പ്രധാന ഇലക്ട്രിസിറ്റി ഉറവിടമായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഉറവിടം എന്ന് പറയുന്നത്. ദെൻ 9th ക്വസ്റ്റ്യൻ: എക്സാമ്പിൾ ഫോർ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ? സാമൂഹിക പശ്ചാത്തല സൗകര്യത്തിന് ഉദാഹരണം ഏതാണ്? റോഡുകൾ, തുറമുഖങ്ങൾ, വിദ്യാലയങ്ങൾ, ഊർജ നിലയങ്ങൾ. ഏതാണ് സാമൂഹികം? സ്കൂൾസ് ആണ്. റോഡ്, സ്പോർട്സ്, സ്കൂൾസ്, പവർ പ്ലാന്റ്സ്. അതിൽ ആൻസർ വരുന്നത് സ്കൂളുകളാണ്. 10th ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷൻ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യവുമായാണ് മഹത്തായ തൊഴിലാളി സാംസ്കാരിക വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്? 10th ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് മിക്കവാറും വൺ വേർഡുകൾ ഇങ്ങനെയായിരിക്കും വരിക. നമ്മുടെ 3 രാജ്യങ്ങളെ പറ്റിയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേകത പറഞ്ഞിട്ട് ഇത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ചൈനയാണ്.
ഓക്കെ, 11th ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ? കോറിലേഷൻ പഠിക്കാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡ് ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. ഹിസ്റ്റോഗ്രാം, ലോറൻസ് കർവ്, സ്കാറ്റർ ഡയഗ്രാം, ഫ്രീക്വൻസി കർവ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും കോറിലേഷനിൽ ആകെ ഒരു ഡയഗ്രാം നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിനെ പറയുന്ന പേരെന്താണ്? സ്കാറ്റർ ഡയഗ്രാം ആണ്. 12th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈസ് ഇൻഡെക്സ് ഡിപ്പെൻഡ്സ് ഓൺ ബേസ് പീരീഡ് ക്വാണ്ടിറ്റി? അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന വർഷ അളവുകളെ ആശ്രയിക്കുന്ന വില സൂചിക ഏതാണ്? ലാസ്പേസ് പ്രൈസ് ഇൻഡെക്സ്, പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ്, ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ്, നൺ ഓഫ് ദിസ്. ഏതാണ് ബേസ് പീരീഡിനെ ആശ്രയിച്ച് ചെയ്യുന്നത്? ലാസ്പേസ് പ്രൈസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമുക്കിനി മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ ഹെൽത്ത് സെക്ടർ? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? NCERT, ICMR, UGC, AICTE. ഏതാണ്? ICMR ആണ്. ബാക്കിയെല്ലാം എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡിക്കേറ്റർ ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഡൈയിങ് പ്രിമച്യൂർലി ഡ്യൂ ടു ദ പർട്ടിക്കുലർ ഡിസീസ്. ഒരു പ്രത്യേക തരം രോഗം വന്ന് പ്രിമച്യൂറായിട്ട് മരണം സംഭവിക്കുന്നതിന് നമ്മൾ പറയുന്ന ഇൻഡിക്കേറ്റർ എന്താണെന്ന്? ഡെത്ത് റേറ്റ് എന്നാണോ? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണോ? ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് ആണോ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണോ? ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് ആണ്. Then third question. Identify the policy related to Indian economy. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോളിസി ഏതായിരുന്നു? ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ഇൻ 1958, നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഇൻ 1969, ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷൻ, കമ്മ്യൂൺ സിസ്റ്റം. ഏതാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടത്? 1969 ബാങ്കുകളുടെ ദേശസാൽക്കരണമാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടത്. ബാക്കിയെല്ലാം ചൈനയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഫ്രം ദ സാമ്പിൾ ഈസ് നോൺ ആസ്? സാമ്പിളിംഗ് എറർ, നോൺ സാമ്പിളിംഗ് എറർ, നോൺ റെസ്പോൺസ് എറർ, എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ. സാമ്പിളിംഗ് എറർ ആണ് കേട്ടോ. ആൻസർ വരിക. 5th ക്വസ്റ്റ്യൻ. ഡാറ്റ ക്ലാസിഫൈഡ് വിത്ത് റെഫറൻസ് ടു ടൈം സച്ച് ആസ് ഇയർ, മന്ത്സ്, വീക്സ്, എക്സെട്ര. അതായത് ഡാറ്റയെ വർഷങ്ങൾ, മാസങ്ങൾ, ആഴ്ചകൾ എന്നിങ്ങനെയുള്ള ബേസിൽ തരംതിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണോ? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണോ? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണോ? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണോ? കാലങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ക്ലാസിഫിക്കേഷനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. Then the person who is not able to get employment of even 1 hour in half a day is a situation of disguised unemployment, underemployment, seasonal unemployment, open unemployment. അതായത് ഒരു വ്യക്തിക്ക് ഒരു ദിവസത്തിൻ്റെ പകുതിയിൽ 1 മണിക്കൂർ പോലും ജോലിയില്ലാത്ത അവസ്ഥയെ നമ്മൾ പറയുന്ന പേര് അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്നാണ്. ഓക്കെ, ദെൻ 7th ക്വസ്റ്റ്യൻ. സെൻസെക്സ് ഈസ് എ യൂസ്ഫുൾ ഗൈഡ് ഫോർ കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പെൻഡിച്ചർ. എന്തുമായിട്ടാണ് സെൻസെക്സ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? സെൻസെക്സ് എന്ന് പറയുന്നത്. 8th ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഗുഡ് ക്വാളിറ്റി ഓഫ് എ ക്വസ്റ്റ്യനെയർ യൂസ്ഡ് ഇൻ എ പ്രൊജക്ട്. ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനെയറിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണം? ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ, ഷുഡ് നോട്ട് യൂസ് ഡബിൾ നെഗറ്റീവ്, യൂസ് 2-way ക്വസ്റ്റ്യൻസ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഓൾ ദ എബവ്. ഈ 3 ഗുണങ്ങളും ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആൻസർ വരെ എന്താണ്? ഓൾ ദ എബവ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാങ്ക് കോറിലേഷൻ വാസ് ഡെവലപ്ഡ് ബൈ. റാങ്ക് കോറിലേഷൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്? കാൾ പിയേഴ്സൺ, സ്പിയർമാൻ, റെനെ ഡിസ്കാർഡ്സ്, ഫ്രാൻസിസ് ഗാൽട്ടൺ. ആരാണ്? സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് തന്നെ അല്ലേ? സോ ആ പേര് നമ്മൾ മറക്കില്ല. റാങ്ക് കോറിലേഷൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്? സ്പിയർമാൻ ആണ്. ദെൻ അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത്. കോളം എയില് വായിക്കാം. ആൻസർ നിങ്ങൾ ബിന്നും സിന്നും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് കൊളോണിയൽ പീരീഡ് ആണ്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്? കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം. പിന്നെന്താണ് നടന്നത്? ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം നടന്നതും ഏത് സമയത്താണ്? ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്താണ്. അപ്പോൾ ആദ്യത്തെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് വന്നിരിക്കുന്നത് 1950-1990, 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം നടന്നത് ആ സമയത്തായിരുന്നു. പിന്നെ ലാൻഡ് റീഫോംസ്, ഭൂപരിഷ്കരണം നടന്നതും ആ കാലഘട്ടത്തിലായിരുന്നു. 2 ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3ാമത്തത് നമുക്ക് എളുപ്പമല്ലേ? എക്കണോമിക് റീഫോംസ് പീരീഡ് എന്താ വരിക?
റിഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി വരും. ദെൻ വരുന്നത് ഡിക്രീസ് ഇൻ ദ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ, കാർഷിക മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. അപ്പോൾ ഇത്രയാണ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വൺ വേർഡുകൾ നമുക്ക് ചർച്ച ചെയ്യാം. വൺ വേർഡ്സ് നമുക്ക് ഈ പറയുന്ന വൺ വേർഡ്സ് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 7 മാർക്കെങ്കിലും മിനിമം എന്തായാലും കിട്ടുന്ന ഷുവറാണ്. കാരണം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് മറ്റു ടോപ്പിക്കുകളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.